തൃശൂർ ചാലക്കുടി വാൽപ്പാറ സംസ്ഥാന പാതയിൽ 60 വർഷമായി സർവീസ് നടത്തുന്ന പ്രശസ്തമായ ചീനിക്ക സ്വകാര്യ ബസ് സർവീസ് നിർത്തുന്നു. പ്രിയദർശിനി പദ്ധതി വന്നതിന് പിന്നാലെ വൻ നഷ്ടത്തിലായതാണ് സർവീസ് അവസാനിപ്പിക്കാൻ കാരണം. 65 കൊല്ലത്തോളമായി സർവീസ് നടത്തുന്ന ബസ് ചീനിക്കാസിൻ്റെ കയ്യിലിട്ട് 6 വർഷത്തിന് മേലെയായി. ഇതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാ ദിവസവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓടേണ്ടിയിരുന്നു. ഇപ്പോൾ പ്രിയദർശിനി വന്നുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. ഡെയിലി 4000-4500 ഓവറാണ്. ഡീസൽ അടിക്കാൻ കാശില്ല, പണിക്കാർക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല. ആ അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. ഇത് അതിരപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ വനത്തിക്കോടം മാത്രം, കാട്ടിക്കോടം മാത്രം പോണ വണ്ടിയാണ്. പിന്നെ പത്തടിപ്പാലം മലക്കപ്പാറ ചെന്നാലാണ് 4 ആൾ കയറുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നുള്ള യാത്രക്കാർ മാത്രമേ ഞങ്ങളുടെ ആശ്രയം. അവരൊക്കെ ഇപ്പോൾ ട്രാൻസ്പോർട്ടിൽ പോകണ കാരണം നമുക്കൊരു നിവൃത്തിയില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതിൽ ഈ 2 വണ്ടീനെ ഞങ്ങളുടെ ആശ്രയിച്ച് ഒരു 10 മണിക്കാരോളം ഉണ്ട്. അവരുടെ കുടുംബം പട്ടിണിയാവും. നമുക്ക് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നാളെ ലാസ്റ്റ് സർവീസായിട്ട് ഇവിടുന്ന് പുറപ്പെട്ട് ഇവിടെ വന്ന് വൈകുന്നേരം 5 മണിക്ക് ഇവിടെ അവസാനിക്കും. എന്തായാലും പ്രിയദർശിനി സർവീസ് തുടങ്ങിയതോടുകൂടി സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല ഏതാണ്ട് തകർന്ന് തരിപ്പണമായി പോകുന്ന കാഴ്ചയാണ്. അവരുമായി ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന മനുഷ്യർ, ഒപ്പം തന്നെ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യർ, അവരെല്ലാം എങ്ങോട്ടേക്ക് എന്ന ചിന്തയിൽ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ്. ഇപ്പോൾ തൃശൂർ ചാലക്കുടി വാൽപ്പാറ സംസ്ഥാന പാതയിൽ 60 വർഷം സർവീസ് നടത്തുന്ന ബസ് അവരുടെ സർവീസ് അവസാനിപ്പിക്കുകയാണ്. സാരംഗ് ചേരുന്നു. സാരംഗ്, സർവീസ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പിന്നെ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ്. തീർച്ചയായും ഷമ്മി, അങ്ങനെ തന്നെയാണ്. മറ്റൊരു വഴിയും ഇല്ലാതെയാണ് ഈ സ്വകാര്യ ബസ് ഇപ്പോൾ അവരുടെ സർവീസ് നിർത്തുന്നത്. നമുക്കറിയാം, പ്രിയദർശിനി സൗജന്യ യാത്ര വന്നതോടുകൂടി സംസ്ഥാനത്തൊട്ടാകെയുള്ള സ്വകാര്യ മേഖല ബസ് ജീവനക്കാർ വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഇപ്പോഴിതാ ഏതാണ്ട് 60 വർഷത്തോളമായിട്ട് സർവീസ് ചാലക്കുടി മലക്കപ്പാറ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ് ചീനിക്കാസാണ് അവരുടെ ഓട്ടം അവസാനത്തേക്ക് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ലാസ്റ്റ് ട്രിപ്പുണ്ട്. ആ ലാസ്റ്റ് ട്രിപ്പോടുകൂടി ഒരു 60 വർഷത്തെ പാരമ്പര്യം അല്ലെങ്കിൽ ഒരു ചരിത്രം അവർ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒരു ഗ്രാമീണ മേഖലയാണ് ഈ ചാലക്കുടി അല്ലെങ്കിൽ വാൽപ്പാറ റൂട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ കർഷകർ, തൊഴിലാളികൾ, അങ്ങനെയുള്ള യാത്രക്കാരായിരുന്നു ഈ ബസ്സിൽ കൂടുതലും. അപ്പോൾ അവരുടെ കൃഷി ചെയ്തെടുക്കുന്ന പച്ചക്കറികളൊക്കെ ഈ ബസ്സിന് മുകളിൽ കയറ്റിയാണ് പണ്ടൊക്കെ, അതായത് വർഷങ്ങൾക്ക് മുൻപൊക്കെ യാത്ര ചെയ്തിരുന്നത്. അവരുടെ തൊഴിലിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ കയറ്റി യാത്ര ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു. തികച്ചും ഗ്രാമീണമായിട്ടുള്ള മേഖലകളിലൊക്കെ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു സംവിധാനം. എന്നാൽ ആ സംവിധാനത്തിനാണ് ഇപ്പോൾ എന്നേക്കുമായിട്ട് ഒരു അവസാനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പ്രധാനമായും ഈ കാട്ടുപാതകളിലൂടെയാണ് ഈ വാഹനത്തിൻ്റെ യാത്ര ചാലക്കുടി കഴിഞ്ഞാൽ. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പാല്, പച്ചക്കറി തുടങ്ങി കിഴങ്ങ് വർഗ്ഗങ്ങൾ, കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങളൊക്കെ തന്നെയും ഈ വാഹനത്തിലാണ്. യാതൊരു വിധത്തിലും ഈടൊന്നും എടുക്കാതെയാണ് അവർ ഈ യാത്രക്കാർക്ക് അത്രമാത്രം വലിയ പ്രയോജനമായിരുന്നു ഈ ബസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തെയും കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റൂട്ടാണിത്. ഈ റൂട്ടിലാണ് ഇത്രകാലമായും ഈ ബസ് ഓടിയിരുന്നത്. രാവിലെ 6:45 ആരംഭിക്കുന്ന സർവീസാണ്. അത് ചാലക്കുടിയിൽ നിന്ന് സാധനങ്ങളുമായിട്ട് ഇത്തരത്തിൽ തിരിക്കുന്ന ബസ് ആളുകളില്ലാത്ത സ്റ്റോപ്പുകളിൽ പോലും നിർത്തിയിരുന്നു എന്നുള്ളതാണ്. അത് പ്രധാനമായും തോട്ടം തൊഴിലാളികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സേവനം അവർ ചെയ്തിരുന്നത്. നമുക്കറിയാം, ഈ ചാലക്കുടി ഭാഗത്തു നിന്നൊക്കെ നിരവധി തൊഴിലാളികൾ ഈ വാൽപ്പാറ ഭാഗത്തേക്കും തിരിച്ചതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്ന നിരവധി മനുഷ്യരാണ്. എന്തായാലും ആ നിരവധി മനുഷ്യരുടെ ഒരു യാത്രാ സംവിധാനമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റൂട്ടിൽ വലിയ കാടാണ് ഈ റോഡ് മുഴുവൻ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഒരു സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന, ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന, ദീർഘ യാത്ര നടത്തുന്ന ഒരു ഇടം കൂടിയാണ് ഈ ചാലക്കുടി ടു വാൽപ്പാറ എന്നുള്ളതാണ്. എന്തായാലും അതിനൊക്കെ ഇന്നിപ്പോൾ അന്ത്യമാവുകയാണ്. വലിയ കടക്കണിയിലാണ് ഇതിൻ്റെ തൊഴിലാളികൾ എന്ന് പറയുന്നത്. തൊഴിലാളികൾ മാത്രമല്ല, അതിനെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, തൊഴിലാളികളുണ്ട്. അവരൊക്കെ വലിയ കഷ്ടപ്പാടായിരിക്കും. ഇനി പ്രിയദർശിനിയിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലും മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, പ്രിയദർശിനിയിലൊക്കെ നിരവധി യാത്രക്കാർ, വനിതാ യാത്രക്കാർ
യാത്രക്കാർ കയറി ഓവർലോഡിലാണ് ഈ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ബസ്സിൽ തൊഴിലാളികൾക്ക് കൂടി കയറാനുള്ള സ്ഥലം യാതൊരു വിധത്തിലും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ തൊഴിലാളികൾ കൂടി കയറി കഴിഞ്ഞാൽ അതൊരു വലിയ അപകടത്തിലേക്ക് നയിക്കും. അതോടുകൂടി ഈ യാത്രക്കാരുടെ യാത്രാ സംവിധാനമാണ് ഇവിടെ നിലയ്ക്കാൻ പോകുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ഏറ്റവും അവസാനത്തെ ട്രിപ്പ്. അത് ഓടി സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ എന്നേക്കുമായിട്ട് അവരവരുടെ സർവീസ് നിർത്താൻ പോവുകയാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ക്ഷമ. തീർച്ചയായും കേരളത്തിലെ സ്വകാര്യ ബസ് മേഖലയുടെ അന്തകനായി ഈ സൗജന്യ യാത്ര മാറുന്നു എന്നുള്ള വസ്തുത നിലനിൽക്കുകയാണ്. സാരംഗാണ് വിശദാംശങ്ങൾ നൽകിയത്.